നമ്മൾ മക്കളെ സ്കൂളിലാണേ ഉള്ളത്. അപ്പോൾ കലോത്സവമാണ്. രാത്രിയെ വന്ന് ജാനുമോള് നോക്കിയാട്ടെ, നല്ല ഡ്രസ്സെല്ലാം ഇട്ട് നല്ല ചൊട്ടയെല്ലാം വെച്ചിട്ട് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിൾ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ചെറിയ കുട്ടികളല്ലേ, അത്രേ കൊടുത്തിട്ടുള്ളൂ. എന്തായാലും ഒരുപാട് പരിപാടിയുണ്ട്, സ്റ്റാൻഡേർഡ് പരിപാടിയായിരുന്നു. എനിക്ക് ദേവൂട്ടന് കളരിയാണ് കിട്ടിയത്. മോൻ കളരിക്ക് വന്നത് അവൻ്റെ ഫ്രണ്ട്സ് ടീച്ചറിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഓനെ പിടിച്ച് കളരിക്കാക്കി. ഓനൊന്നിനും താല്പര്യമില്ലായിരുന്നേ. ഇത് ജാനുമോളെ ഫ്രണ്ട്. പരിപാടിയെല്ലാം തീരുമ്പോഴത്തേക്ക് ഏതാണ്ട് 11:30 ആയിനെ. അപ്പം നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. മയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറിയേ. ഇതിപ്പോൾ ഡിസംബർ മാസമല്ലേ, ഭയങ്കര തണുപ്പ് കേട്ടാ. മമ്മി അവസാനം കാറിൽ പോയിട്ട് പപ്പേൻ്റെ ഒരു ലുങ്കി ഉണ്ട്, മമ്മീൻ്റെ ഒരു സാരി ഉണ്ട്, ഇങ്ങനത്തെ എല്ലാം എടുത്ത്. ദേവൂട്ടം പിന്നെ ഫുൾ കൈയാണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ പപ്പയ്ക്ക് പിന്നെ തണുപ്പൊന്നും വിഷയമല്ലേ. പപ്പേനെ പോലെ തന്നെ നമ്മളെ ജാൻചൂട്ടിയും കേട്ടാ, അത്ര വലിയ വിഷയമൊന്നുമല്ല ഓക്കും തണുപ്പ്. ഓള് കൂളായിട്ടിരിക്കുന്നു നോക്കിയാട്ടെ. അപ്പോൾ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിലാന്നേ. ഇത് അച്ഛമ്മോളെ ചൊട്ട ഉണ്ട് അതിനിടക്ക്. ഏച്ചി ഡാൻസിലിട്ട ചൊട്ട ഓളിങ്ങോട്ടേക്ക് അടിച്ചു മാറ്റി ഓള് തൊട്ടതാണ്. നല്ല രസമില്ലേ. ശരിക്ക് മമ്മീനെയും മോളെ ഇപ്പം കാണുമ്പോണ്ടല്ല, ഹിന്ദി സിനിമയിലെ മറ്റേ കൊള്ളക്കാരെ പോലെയായി. അച്ഛനെ കേട്ട ചൊട്ടയെല്ലാം വെച്ചിട്ട് ശരിക്കും കൊള്ളക്കാർ. ഞാൻ പറഞ്ഞു ഗബ്ബർ സിംഗിനെ പോലെ ഉണ്ട് അച്ഛനാന്ന് പറഞ്ഞേ. ആ ശരി, ഇത് പുഷ്പ അല്ലേ? അച്ഛമോള് പറഞ്ഞു മനസ്സിലായ. കഴുത്തിങ്ങനെ മുറിക്കുന്നുള്ളത് ആവേശത്തിലെ രംഗ ഫഹദ് ഫാസിലാക്കുന്നു, താടിക്കിങ്ങനെ ആക്കുന്നത് പുഷ്പ അല്ലു അർജുൻ ആക്കുന്നതാണെന്ന് അവള് പറയുന്നത്. നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാന്നേ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, നല്ല തണുപ്പല്ലേ, സമയം 11:30 ആയി. കുടലങ്ങ് കത്തലാന്നേ. വിശപ്പ് നല്ലോണം ഉള്ളതുകൊണ്ട് കുറച്ച് അധികമായിട്ട് ഓർഡർ ചെയ്തേ. പൊറോട്ടയുണ്ട്, അൽഫാമുണ്ട്, ഷവായി ഉണ്ട്, കുബൂസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആവേശത്തിൽ ഓർഡർ ചെയ്തതാണ്. പക്ഷേങ്കിൽ മുഴുവൻ തിന്നാൻ പറ്റിയിട്ടില്ല. ബാക്കി അൽഫാമല്ല നമ്മൾ പാർസലാക്കുക ചെയ്ത് പിറ്റേന്ന് രാത്രി ഓവനിൽ വെച്ച് ചൂടാക്കി തിന്നാലാ. നമ്മളിപ്പം ഭക്ഷണം കഴിച്ചിറങ്ങിയ മമ്മിയും മക്കളെല്ലാം പുതക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഡിസംബർ മാസത്തിൽ തണുപ്പുണ്ടല്ലോ, ഭയങ്കര തണുപ്പാന്നേ, ഒരു രക്ഷയില്ല. ശരിക്കും നമ്മൾ ഈ മയിലേരിയ വെച്ചാൽ കുറച്ച് ഹൈറ്റുള്ളൊരു ഏരിയ ആണ്, അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ഇത്ര തണുപ്പ്. ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, ഈ സമയത്ത് നമ്മൾ വല്ല ഊട്ടിയിലെ കൊടൈക്കനാലിലും പോയിട്ടുണ്ടെങ്കിലല്ല തണുത്ത് പറിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങലുണ്ടാവില്ല. അപ്പോൾ മമ്മിയും മക്കൾ റെഡി ആയിട്ടുണ്ട്. അല്ല, ഗബ്ബർ സിംഗും ടീമും റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ നേരെ വണ്ടിയിലേക്ക്, പിന്നെ നേരെ വീട്ടിലേക്ക്.